ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വൈറ്റ് കുർത്തിയോടൊപ്പം ഇട്ടിട്ടുള്ള ഷോളില്ലേ, ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒരു ജാക്കറ്റ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു കോട്ടൺ ഷോളാണ്. അപ്പോൾ ഇതുപോലെ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടാവും, വൈറ്റിനോടും ബ്ലാക്കിനോടും ഒപ്പമൊക്കെ ഇതുമാതിരി ഷോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാത്ത ഷോൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജാക്കറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിനെ വീതിയിൽ ഇതുപോലെ രണ്ടാക്കി മടക്കി എടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് നീളത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ കുർത്തിയൊക്കെ ചെയ്യത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇത് മടക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ രണ്ടാക്കി നീളത്തിൽ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ മുകളിലും വരണം, ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ താഴെ വരേണ്ടത്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മുകളിൽ നിന്നും നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ്. ഡിസൈൻസ് ഉള്ള ഷോളാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം കേട്ടോ മടക്കി എടുക്കാൻ വേണ്ടി. ഫ്രണ്ടും ബാക്കും മാറിപ്പോകാതെ വേണം എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്നും ഞാനിവിടെ 15 ഇഞ്ചാണ് യോക്കിന് വേണ്ടി കൊടുക്കുന്നത്. യോക്കിന് 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വിഡ്ത്ത് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റിനേക്കാളും 1 ഇഞ്ച് മാത്രമാണ് ഞാനിവിടെ കൂട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഷാൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സീം അലവൻസ് ഇട്ടിട്ട് ചെയ്യാനും പറ്റത്തില്ലല്ലോ. ഇനി നമുക്ക് മുകളിൽ നിന്നും മെഷർമെൻറ്റ്സ് കൊടുക്കാം. 7 ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ ഷോൾഡർ കൊടുക്കുന്നത്. ആം ഹോളും 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 10 ഇഞ്ചും കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തും സെയിം മെഷർമെൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആം ഹോള് ഇതുപോലെ 1.5 ഇഞ്ച് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഫ്രണ്ടും ബാക്കും 1.5 ഇഞ്ച് കുഴിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം നമുക്ക്. അപ്പോൾ മുകളിൽ മടക്ക് വശം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മടക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഭാഗമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ താഴത്തേക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് ആ ഒരു ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ഹൈറ്റ് ഉള്ളവർക്ക് ലെങ്ത് കൂടിയ ഷോൾ എടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാധാരണ കുർത്തിക്ക് വേണ്ട അത്രയും ലെങ്ത് വേണമെങ്കിൽ ആ ഒരു ലെങ്തിലെടുക്കാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടുന്ന ആ ഒരു ലെങ്താണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് ബാക്കി പോർഷൻസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഇനി ഫ്രണ്ട് പോർഷൻ നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു പീസ് ഇതുപോലെ ഒന്ന് എടുത്ത ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ ഈ സൈഡിൽ ബോർഡറുള്ള ഭാഗം നമുക്ക് സൈഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലെ താഴത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്തു മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് യോക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സും കൂടി കൊടുക്കാം. നെക്കിൻ്റെ അകലം കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അടുത്ത് വരണമെങ്കിൽ ആ ഒരു രീതിയിൽ കൊടുക്കാം. 3 ഇഞ്ചോ 3.5 ഇഞ്ചോ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് 1/2 ഇഞ്ച് മാത്രം കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഈ കാണുന്ന രീതിയിൽ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു പീസ് മാത്രം എടുത്ത് ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഓപ്പൺ ആണല്ലോ വരുന്നത്. ഇനി ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് 1/2 ഇഞ്ച് മാത്രം കുഴിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ യു ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ യോക്ക് പോർഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് ഇല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സ്ലീവ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിന് വേണ്ടി ബാക്കി ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന തുണിയില്ലേ, അപ്പോൾ മുകളിലും മടക്ക് വശം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്ലീവിൻ്റെ ഭാഗം ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ സ്ലീവിന് ഞാൻ ടോട്ടൽ ഇവിടെ എനിക്ക് 12 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ മുഴുവനായി എടുക്കുന്നുണ്ട്. ഇനി വിഡ്ത്ത് എടുക്കുമ്പോൾ ചെസ്റ്റില്ലേ, ചെസ്റ്റിൻ്റെ 4 ഭാഗത്തേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ടെടുക്കണം കേട്ടോ. ഇനി താഴത്തേക്ക് കുഴിവായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം സ്ലീവ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഒന്ന് വരച്ചെടുക്കുക. താഴത്തേക്ക് സ്ലീവ് റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്ത് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ സീം അലവൻസും കൂടി ഇട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിന്നും ബാക്കി വരുന്ന പീസ് വെച്ചിട്ട് വേണം നമുക്ക് ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടല്ലോ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ പോർഷൻ നമ്മൾ ഇതിൽ നിന്നും ആണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് 4 പീസുണ്ട്. 4 പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിഡ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു 1.5 ഇഞ്ച് എന്തായാലും നമുക്ക് വേണം കേട്ടോ വിഡ്ത്ത്. അപ്പോൾ കൂടുതൽ തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക്
ഫ്രണ്ടിലൊരു ഡോരി കിട്ടാൻ വേണ്ടി ഒരു പീസും കൂടി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ആ ഒരു താഴെ ഭാഗം ഇല്ലേ, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട താഴെ ഭാഗത്ത് ഈ അരികു വശത്തായി നമുക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 1 ഇഞ്ച് മാത്രം വെച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അല്ലാതെ നമുക്കിതിൽ നിന്നും മറ്റ് തുണിയൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അരികു വശത്ത് നിന്നും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 4 പീസുണ്ട്. നമുക്കിതിൽ നിന്നും 2 പീസ് മാത്രമേ ആവശ്യമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ താഴത്തെ ഭാഗം മുകളിലത്തെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സോ നിങ്ങൾക്ക് ചുരുക്കമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ സൈഡ് ബോർഡർ അരികുവശത്ത് വരുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് 2 പീസും ജോയിൻ ചെയ്യണം. ഇനി ബാക്ക് പീസാണ്. ബാക്ക് പീസും സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ബാക്ക് പീസിൽ നമുക്ക് കട്ടൊന്നും വരുന്നില്ല, ഒറ്റ പീസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇതുപോലെ ഒരു സൈഡിൽ നിന്നും പ്ലീറ്റ്സ് ഇട്ട് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ എല്ലാ സൈഡും തുല്യമായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്ത് കൂടി എടുക്കുക. അപ്പോൾ ആ ഒരു 2 പീസും നമ്മൾ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു വള്ളി കൂടി റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് പീസിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വള്ളി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ യോക്ക് പീസും താഴത്തെ ഭാഗവും ഇല്ലേ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ആദ്യം ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും 2 ഫ്രണ്ടിൻ്റെ പോർഷനിലും ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത്. 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൂടി എടുക്കാം. അപ്പം ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ കുറച്ച് പീസസ് ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്നും നമുക്കിതുപോലെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡിൽ താഴെ വരെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ലെങ്തിൽ വേണം ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. എന്നിട്ട് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ നെക്കും ആ ഒരു ഫ്രണ്ട് പോർഷനും റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടോ. താഴെ ഭാഗത്ത് ഓൾറെഡി നമ്മുടെ ഷോളിലുണ്ടായിരുന്ന സ്റ്റിച്ചുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ജാക്കറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തും ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ സ്ലീവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിനി സ്ലീവാണ് ജോയിൻ ചെയ്യേണ്ടത്. സ്ലീവും കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് സൈഡൊന്ന് ക്ലോസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ താഴെ ഭാഗം ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണിത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ലുക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു വൈറ്റ് കുർത്തിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് വിയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നെക്ക് സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ജാക്കറ്റ് നന്നായിട്ട് ചേരുന്നുമുണ്ട്. അപ്പോൾ സ്ലീവ് ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തതാണ് കേട്ടോ ആ ഒരു വൈറ്റ് കുർത്തിയുടെ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെയുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കാരണം നമ്മുടെ ഷാളിനേക്കാളും എന്തുകൊണ്ടും നല്ല ഭംഗിയുണ്ട് ഇത്. അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സൊക്കെ വിയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്